നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ചാലിക്കര വെള്ളിയൂർ സംസ്ഥാന പാതയിൽ സുഭിക്ഷയ്ക്ക് സമീപത്തെ റോഡരികിലെ വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്ക് ദുരിതമാവുന്നു. വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനാകാതെ ഭയപ്പാടിലാണ് വിദ്യാർത്ഥികൾ. ചാലിക്കര വെള്ളിയൂർ സംസ്ഥാന പാതയിൽ സുഭിക്ഷയ്ക്ക് മുൻവശത്തെ റോഡരികിലെ വെള്ളക്കെട്ട് വൃദ്ധർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഏറെ ദുരിതമാവുന്നതായി പരാതി. കാൽനടയാത്രക്കാർക്ക് നടന്നുപോകാനായി ക്രമീകരിച്ച വൈറ്റ് ലൈൻ ഇപ്പോൾ ചെളിക്കുഴിയിലാണ്. ഇരുഭാഗത്തു നിന്നും ഒരുമിച്ച് വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കാനിടയില്ലാതെ കാൽനടയാത്രക്കാർ ഭയപ്പാടിലാണ്. കോഴിക്കോടേക്ക് പോകുന്ന ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് റോഡിൻ്റെ സൈഡിൽ വളരെ ശോചനീയമായ സ്കൂളിൽ മദ്രസയിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ദിനംപ്രതിയെ നടന്നു പോകുന്നതാണ്. മഴ ശക്തമായി പെയ്യുമ്പോൾ ഇതിൻ്റെ ഇരുവശത്തു കൂടി നടന്നു പോകാൻ പറ്റാത്ത ദുരിതപൂർണമായ ഒരവസ്ഥയാണ് നമ്മളെല്ലാവരും. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ദുരിതപൂർണമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായിരുന്നാലും ശരി, ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുണ്ട്. ഇരുവശത്തുള്ള വൈറ്റ് ലൈൻ കൂടി കൃത്യമായി തെളിഞ്ഞു കാണാത്തൊരവസ്ഥയാണുള്ളത്. സൈഡിൽ കൂടി നടന്നു പോകുമ്പോൾ വളരെ പേടിച്ചുകൊണ്ടാണ് എല്ലാവരും ഇതിലെ യാത്ര ചെയ്യുന്നത്. അതിവേഗത്തിൽ വരുന്ന വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. സ്പീഡിൽ വരുന്ന വാഹനങ്ങളൊക്കെ സ്പീഡിൽ വരികയാണ്. അപ്പോൾ ഇരു സൈഡിലേക്കും മാറി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയും കൂടി നിലവിലുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ വളരെ വിനയപൂർവ്വം താഴ്മയോടുകൂടി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയുണ്ട്. അല്ലാത്ത പക്ഷം ചാലിക്കരയിലെയും വെള്ളിയൂരിലെയും പൗരാവലിയെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമരം ഞങ്ങൾ സംഘടിപ്പിക്കും. അതിനൊന്നും ഉത്തരവാദപ്പെട്ട ആളുകൾ ആ ഒരു വിഷയത്തിലേക്കൊന്നും കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ഇതിന് നിയമ നടപടികളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന്. സ്കൂൾ വിദ്യാർത്ഥികൾ ഭയത്തോടെ ചെളിയിലിറങ്ങേണ്ട അവസ്ഥയിലാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതിനു സമീപത്തായി ഒരു സുഭിക്ഷയുടെ തന്നെ സ്ഥാപനമായി ഭക്ഷണശാലയും പ്രവർത്തിക്കുന്നു. വാഹനങ്ങൾ അതിവേഗതയിൽ വരുമ്പോൾ ചെളിതെറിച്ചും കുഴിയിൽ വീണും വിദ്യാർത്ഥികൾ തിരിച്ച് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി വരേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ ചളിക്കുഴികൾ നികത്തി സിമന്റ് കട്ട വിരിക്കുകയോ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുകയോ ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടി ആരംഭിക്കുമെന്നും INN നേതാവ് മുഹമ്മദ് ചാലിക്കര പറഞ്ഞു. ഇതിന് സമീപത്തായി റോഡരികിൽ വെള്ളിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS ടീം ഒരു പാർക്ക് നിർമ്മിച്ചെങ്കിലും സാമൂഹ്യ വിരുദ്ധർ അത് നശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.